ഹായ്. നമ്മളിന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ഒരു മാസമായിട്ട് വൈഫും കൊച്ചും നാട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനെവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവന് സ്കൂൾ തുറക്കാനായല്ലോ. ജൂൺ 4-നാണ് സ്കൂൾ തുറക്കണേ അവൻ്റെ. അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടല്ലോ. അവന് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ ബാഗ്, സ്റ്റേഷനറി, അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ് ഇതൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ നോക്കി അതൊക്കെ എടുത്ത ശേഷം നമ്മുടെ സെക്ഷനിലേക്ക് ഓട്ടോമാറ്റിക് പോകുമല്ലോ. പിന്നെ എൻ്റെതും നോക്കിയെടുത്തു. പിന്നെ അവൾ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റുഡിയോയിൽ നല്ല ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ചെറുക്കൻ അവിടെ നിന്ന് കളിക്കുകയാണ്, ഓടി കളിക്കുകയാണ്. അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടുന്നത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കിട്ടിയിട്ടില്ല. ഒന്നെടുക്കും, ഇട്ട് നോക്കും, കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ വീണ്ടും നോക്കും. അവനൊക്കെ ക്ഷീണം പിടിച്ച് നിന്ന് ഒരു സൈഡ്. പിന്നെ നമ്മളവിടെ തിരിച്ചു അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ലുലുലൊക്കെ വിട്ടു. ലുലുവിൽ നല്ല തിരക്കാണ്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ ഓപ്പണിങ്ങൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ പാർക്കിങ്ങൊക്കെ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി ഉള്ളിടത്തുനിന്ന് പുറത്തേക്ക് പോയിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത്. പിന്നെ അവിടെ നമ്മൾ നേരെ നടന്ന് വന്ന് വണ്ടിയൊക്കെ വെച്ച് നടന്ന് വന്ന് ഉള്ളിലെത്തി. ഫസ്റ്റ് തന്നെ ബാഗിലേക്കാണ് നോക്കിയത്. ബാഗ് നോക്കുമ്പോൾ തന്നെ എല്ലാ ബ്രാൻഡഡ് ബാഗിൻ്റെയും 50% ഓഫ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ തന്നെ എല്ലാ ഇതും ഉണ്ട് ഇവിടെ. ജിനി, അതുപോലെ ഒയാസിസ്, പിന്നെ നമ്മുടെ സ്കൂബിയുടെ ബാഗ്. അപ്പോൾ ഞാൻ നോക്കിയതിലേക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് തോന്നിയത് സ്കൂബിയുടെ ബാഗാണ്. അപ്പോൾ അതെടുത്തു. പിന്നെ വാട്ടർ ബോട്ടിലും മറ്റ് ബാക്കിയുള്ള ആക്സസറീസൊക്കെ നോക്കിയെടുത്ത് അവിടെ നിന്നെല്ലാം തിരിഞ്ഞ് നോക്കി. നല്ല തിരക്കുണ്ടോ. പിന്നെ ബാക്കിയുള്ള സ്റ്റേഷനറീസ്, അതിൻ്റെ ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴത്തെ ടൈപ്പ് വന്നു. അതൊക്കെ നല്ല തിരക്കാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അതെല്ലാം വാങ്ങിച്ച് ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഫുഡ് കോർട്ടിലല്ല, താഴെ നിന്ന് ഫുഡ് വാങ്ങിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അവിടെ നിന്ന് വന്ന് കുറച്ച് ചെട്ടിനാട് ബിരിയാണിയും, പിന്നെ നൂഡിൽസും, പിന്നെ 2 ഷവർമയും, പിന്നെ ചിക്കൻ്റെ ചെറിയ ഐറ്റംസ് ഉണ്ടാകും. അതൊക്കെ വാങ്ങിച്ചിട്ട് പാർസലാക്കി നേരെ ഫുഡ് കോർട്ടിൽ പോയി അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും 10 മണിയായിട്ടോ രാത്രി. താഴേക്ക് ഇറങ്ങി വന്ന് ആ ഫൗണ്ടൈനിടയ്ക്ക് നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വന്നു. നല്ല തിരക്കാണ്, ഫുൾ ട്രാഫിക്കാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ. ഇപ്പോൾ റോഡിൽ തിരക്കൊന്നുമില്ല. ഇതോടൊക്കെ ടയേർഡായി. ഷോപ്പിംഗ് കഴിഞ്ഞ് വണ്ടി പാർക്കിംഗ് വെച്ച് വീട്ടിലേക്ക് പോവാം.